കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ESI കോർപ്പറേഷൻ ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങൾക്കായി 10 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ESI മെഡിക്കൽ കോളേജുകൾ ഈ വർഷം അനുവദിക്കുകയുണ്ടായി. അതിൽ അനുവദിച്ച ഒരു മെഡിക്കൽ കോളേജ് കേരളത്തിൽ കൊല്ലം ആശ്രാമം ESI മെഡിക്കൽ കോളേജാണ് ഈ വർഷം അനുവദിച്ചത്. ആ അനുവദിച്ച ESI മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ESI കോർപ്പറേഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകണം. ആ അപേക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള അപേക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കണം. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു കൺകറൻസ് മാത്രമാണ്. കാരണം ഞങ്ങളുടെ സംസ്ഥാനത്ത് അത്തരത്തിലൊരു മെഡിക്കൽ കോളേജ് ആവശ്യമാണ്, അതിനനുരോധമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. അതുകൊണ്ടൊരു മെഡിക്കൽ കോളേജ് ഗുണകരമാണ്, ആവശ്യമാണ് എന്ന് കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ്, എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൂടി വെച്ചിട്ട് വേണം നാഷണൽ മെഡിക്കൽ കമ്മീഷന് പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ. ആ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി ജനുവരി മാസം 9 ESI കോർപ്പറേഷൻ മെഡിക്കൽ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിനും ESI കോർപ്പറേഷൻ അനുമതി നൽകി. ആ അനുമതി നൽകിയതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവസാന നിമിഷങ്ങളിൽ DME കൊണ്ടൊരു പരിശോധന നടത്തിച്ച് അവിടെ സ്ഥല സൗകര്യമില്ല, ആവശ്യമായിട്ടുള്ള ഫാക്കൽറ്റി ഇല്ല, അതുകൊണ്ട് ഒരു തരത്തിലും മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ കഴിയില്ല എന്ന നിലയിൽ വളരെ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുണ്ടാക്കി. 28 അവസാന ദിവസം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മുമ്പാകെ പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന്റെ അവസാന ദിവസം ജനുവരി മാസം 28. അപ്പൊ ഈ ന്യൂനതകൾ കാണിച്ചുകൊണ്ട് ESI ഡയറക്ടർക്ക് ഗവൺമെന്റ് മറുപടി നൽകിയപ്പോ ESIയുടെ ഡയറക്ടർ ജനറൽ ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തു, അഫിഡവിറ്റോട് കൂടിയിട്ടുള്ള ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തു. നിങ്ങൾ ഈ പറയുന്ന പോരായ്മകൾ മുഴുവൻ അടുത്ത ഘട്ടത്തിൽ പരിഹരിച്ചുകൊള്ളാം, എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്, മെഡിക്കൽ കോളേജിന് വേണ്ടി ഡീനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, 6.7 ഏക്കർ ഭൂമി നിലവിലുണ്ട്, 220 ബെഡുള്ള ESI ആശ്രാമം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുണ്ട്, അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉണ്ട്, ക്ലാസ് ആരംഭിക്കാൻ നേരത്ത് ടെമ്പററി സൗകര്യമുള്ള കെട്ടിടം കണ്ടെത്തിക്കൊണ്ട് ആരംഭിക്കാൻ കഴിയും. ആ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഘട്ടം വരുമ്പോൾ, അതുപോലെ അഫിലിയേഷന്റെ പരിശോധന വരുമ്പോൾ പൂർത്തീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ESI ഡയറക്ടർ ജനറൽ കൃത്യമായിട്ടുള്ള അണ്ടർടേക്കിംഗ് സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടും അതിന്മേൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. 28 മുമ്പായി എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയില്ല. തുടർന്ന് ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തീയതി 3 വരെ, ഫെബ്രുവരി മാസം 3 ഇന്നലെ രാത്രി 12 മണി വരെ ഞങ്ങളുടെ ശ്രമഫലമായി ദീർഘിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ കണ്ടു, മെഡിക്കൽ മിനിസ്റ്ററുമായി സംസാരിച്ചു, ലേബർ മിനിസ്റ്ററുമായി സംസാരിച്ചു, അവിടുത്തെ ഹെൽത്ത് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ഒരാഴ്ചയിൽ നിരന്തരമായി ബന്ധപ്പെട്ടു, നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി. എന്തിനേറെ പറയുന്നു, കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മണ്ഡാവിയ നേരിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിളിച്ച് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചീഫ് സെക്രട്ടറിയെ വിളിച്ചു, ഹെൽത്ത് സെക്രട്ടറിയെ വിളിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു. സകല തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയതിനു ശേഷവും ഇന്നലെ രാത്രി 7:30 വരെ ഫയലിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ 3 ഫെബ്രുവരി മാസം 3 നാഷണൽ മെഡിക്കൽ കമ്മീഷന് അപേക്ഷ കൊടുക്കുന്നതിനുള്ള മണിക്കൂറുകൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളില്ല, ന്യൂനതകൾ പരിഹരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മറുപടിയാണ് ESI ഡയറക്ടർ ജനറലിന് ഇന്നലെ രാത്രി 3 രാത്രി 7:30 നൽകിയത്. എന്ന് പറഞ്ഞാൽ ബോധപൂർവമായി മെഡിക്കൽ കോളേജ് ആരംഭിക്കരുത് എന്ന ദുരുദ്ദേശത്തോടുകൂടി സർക്കാർ നടത്തിയ ഒരു പ്രവർത്തനമാണ്. മനസ്സിലാക്കേണ്ടത് 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങളോടുകൂടി കശുവണ്ടി തൊഴിലാളികൾ അടക്കമുള്ള സാധാരണ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ചികിത്സയും പരിരക്ഷയും
ഉറപ്പുവരുത്താൻ കഴിയുന്ന വൻകിട ആശുപത്രി സമുച്ചയവും, അതുപോലെ തന്നെ ഇപ്പോൾ 50 സീറ്റിലെ കുട്ടികൾക്ക് അടുത്ത വർഷം മുതൽ അധ്യയന വർഷം മുതൽ പഠിക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള മെഡിക്കൽ കോളേജും ഉൾപ്പെടെയുള്ളവ അടുത്ത അധ്യയന വർഷം ആരംഭിക്കാനിരുന്നത് സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചു എന്നുള്ളതാണ് ഫലം. 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ESI മെഡിക്കൽ കോളേജ് എന്റെ അഭിപ്രായത്തിൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികളുടെ എയിംസാണ് ESI മെഡിക്കൽ കോളേജ്. കൊല്ലം ജില്ലയിലെ ആയിരക്കണക്കിന് വരുന്ന കശുവണ്ടി തൊഴിലാളികൾക്ക് ഏറ്റവും മികവുറ്റ ചികിത്സയും മെച്ചപ്പെട്ട പരിചരണവും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയും ഒക്കെ ലഭിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിനെ അട്ടിമറിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെയാണ് സംസ്ഥാനത്തെ കശുവണ്ടി തൊഴിലാളികളോട് മറുപടി പറയാൻ കഴിയുക? നിലവിലുള്ള ആശ്രാമം ESI മെഡിക്കൽ കോളേജ് 220 ബെഡുള്ള പ്രവർത്തിക്കുന്ന